Hello guys, welcome back to my channel Amman's Diary. നമ്മളിപ്പോൾ എവിടെയാണ് പറഞ്ഞു? മിന പോർട്ടിലാണ്. പിന്നെ ഗൈസ് ഞാൻ ജസ്റ്റ് ഒരു വർക്ക് ചെയ്യുന്നു. നമ്മൾ എല്ലാവർക്കും അവധി ആയതുകൊണ്ട് എസ്പെഷ്യലി ഉമ്മച്ചിക്ക് അവധി ആയതുകൊണ്ട് നമ്മൾ വന്നതാണ്. നമ്മൾ സ്വന്തം യൂട്യൂബ് കാറിൻ്റെ കൊടുക്കാൻ പോവാണ്. ഐശുവിന് നേരത്തെയൊക്കെ വീഡിയോ എല്ലാം നല്ല സ്പീഡിനൊക്കെ എടുക്കുമായിരുന്നല്ലോ, ഇപ്പം എന്തോ പറ്റി ഐശു? ഓക്കെ, ഇന്നിപ്പോ ഇവിടെ തിരക്കെല്ലാം വളരെ കുറവാണ് ഇല്ലടാ? പണ്ട് നമ്മൾ വന്നപ്പോ നല്ല തിരക്കായിരുന്നു. പിന്നെ ഇതിവിടെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അക്വേറിയം ഉണ്ട്, നല്ല രസമാണ്. നമ്മൾ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിപ്പോൾ ഇവിടെ ആയിട്ട് വന്നതല്ല, നമുക്ക് ഇവിടെ വരണം എന്ന് വിചാരിച്ച് വന്നതുമല്ല. പർപ്പിൾ ഐലൻഡിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്, പക്ഷേ ഫുഡെല്ലാം അടിച്ച് ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാം ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ട് ഇവിടെ, പക്ഷേ ഭയങ്കര ഇത് കുറവാണ്, ഇന്ന് ആൾക്കാർ കുറവാണ്, തിരക്ക് കുറവാണ്. കുഴപ്പമൊന്നുമില്ല, ഇത് എവിടെയാണെന്നുള്ളത് അറിയാൻ വയ്യ, പോയി നോക്കണം. എന്തായാലും വണ്ടിക്ക് പാർക്കിംഗ് കിട്ടി. ഇവിടുത്തെ മെയിൻ ഇഷ്യൂ ഇങ്ങോട്ട് വരാനുള്ള ഒരു എന്നുള്ള നമുക്ക് പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം. ഇതെവിടെയാടാ? എന്താ പ്രത്യേകത? എന്താ നീ പറഞ്ഞാ പോരെ ഇങ്ങനെ എല്ലാത്തിനും പണങ്ങല്ലേ? ഇങ്ങനെയാണ് ഇത് പറയാനുള്ളത്. പറ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാരും പിടിക്കണേ അറിയോ? നമ്മളെ സൺഡേ വീഡിയോ. നമ്മളിപ്പോ ഇവിടെ സിറ്റി ഗാലറി നമ്മൾ ഒരു അക്വേറിയം കാണാൻ പോണേ. നിക്ക് വാപ്പ പറഞ്ഞോണ്ട് എടുക്കാം. നമ്മൾ ഇതിന് ജീവനില്ലാത്ത മീനുകളൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ആ മീനുകളെല്ലാം ജീവനോടുകൂടി കാണും. ശരി, നമ്മൾ കഴിക്കുന്ന മീനുകളായതല്ല. അവിടെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വെളിയിലോട്ട് ഇറങ്ങി. ഫുള്ള് വലിയൊരു മൈതാനം പോലത്തെ സ്ഥലമാണ്. വൈകിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു 4 മണി കഴിഞ്ഞ് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് മീന പോർട്ട്. ഇന്നിപ്പോൾ തിരക്കില്ലായിരുന്നു, വലിയ ആളും ബഹളങ്ങളൊന്നുമില്ല. രഹാൻ ഇരുന്ന് ചായ കുടിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാണ്. കുറച്ച് നേരം കൊണ്ട് പറയാനുണ്ട് വൈകിട്ട് ചായയുടെ കാര്യം. ഞങ്ങളിതെല്ലാം കൊണ്ടുപോയി. അവിടെ പിന്നെ ഷോപ്പൊന്നും ഇല്ലല്ലോ, വലിയ ഷോപ്പ്. അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ടയേർഡായി, ഞാനും കുറച്ച് അവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു വൈബാണ്, ഒരു പീസ്ഫുൾ. നമുക്ക് അവിടെ ബഹളങ്ങളൊന്നുമില്ല, എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല. സാധാരണയായിട്ട് ഇവിടെ കപ്പലെല്ലാം വരുന്നതാണ്, വലിയ MSCയുടെ ഒക്കെ ക്രൂയിസ് ഷിപ്പുകൾ അവിടെ പാർക്ക് ചെയ്തേക്കും. ആ ടൈമിലാണ് കൂടുതലും ആൾക്കാരുണ്ടാവുക.
പിന്നെ ഇതുപോലെ നടക്കാനുള്ള പാതയുണ്ട്. നടന്ന് ഈവനിങ് വാക്കിംഗ് നമുക്ക് ചെയ്യാം. ഫാമിലീസാണ് കൂടുതലും ഇവിടെ വരുന്നതെന്ന് തോന്നുന്നു. കാറ്റില്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നി എനിക്ക്. വലിയ കാറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ചായ എല്ലാം കുടിച്ച് വൈകിട്ടൊന്ന് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ വീക്ക് ഡേയ്സിൽ നല്ല തിരക്കായിരിക്കും വീക്കെൻഡിൽ.